നിയമ പോരാട്ടങ്ങൾ നടത്തുന്നതിൽ ഏറ്റവും ചെറിയ തുകയാണ് ഞാൻ പറഞ്ഞത് 162 കോടി. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ 3000, 5000, 10000 ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ നിയമ പോരാട്ടം നടത്തുന്ന എനിക്ക് ഉണ്ടാവുന്ന ലൈഫിനുള്ള ത്രെട്ടും ചെറുതല്ല. വണ്ടി ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലെ ബാറ്ററി ഊരുന്നു, പകരം പുതിയ വന്നിരിക്കുന്ന ബാറ്ററി എനിക്കിതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ച് തരും. നമസ്കാരം, ഞാൻ ബോസ്കോ കളമശ്ശേരി. ഞാൻ ടാറ്റയുമായി കഴിഞ്ഞ കുറേ നാൾ ടാറ്റ എന്നെ റോഡിലൊക്കെ ഇട്ടു. ടാറ്റ എന്നെ റോഡിലിട്ടപ്പോൾ ഞാൻ ടാറ്റയോട് പറഞ്ഞു, എന്നെ ബുദ്ധിമുട്ടിക്കരുത്, എനിക്ക് വേറെ പല പരിപാടികളുമുണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും ടാറ്റ അതല്ല, ഇതാണ് പ്രശ്നം. അങ്ങനെ എല്ലാം കഴിഞ്ഞു. അവസാനം ഫൈനലി കണ്ടെത്തി ബാറ്ററിയാണ്. അങ്ങനെ ബാറ്ററി പ്ലാന്റിലെ ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി സാധനം പരിശോധിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു ബാറ്ററി എന്താണ് കംപ്ലൈൻ്റ് എന്ന് ഞാൻ നേരിട്ട് കണ്ടു. അവർക്ക് എന്നോട് പറഞ്ഞു തരാതിരിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് പോയി. കാരണം ഞാൻ ഒരു സ്ഥലത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഞാനത് കൃത്യമായിട്ട് അന്വേഷിക്കും. എന്തായാലും ബാറ്ററി ഞാൻ കണ്ടു, എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും ബാറ്ററിക്ക് എന്താണ് കംപ്ലൈൻ്റ് എന്നും ഞാൻ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടു. അവസാനം എനിക്ക് വണ്ടി 10 ദിവസമായി, 20 ദിവസമായി, 30 ദിവസമായി, 45 ദിവസം കഴിഞ്ഞു. എനിക്ക് കഴിഞ്ഞ സെപ്റ്റംബർ 3-ാം തീയതി എനിക്ക് വണ്ടി തരാമെന്ന് പറഞ്ഞു. വണ്ടി തന്നില്ല. ആ വണ്ടി തരാത്തതിനെ തുടർന്ന് ഞാൻ വീണ്ടും ബഹളമായി, ഒച്ചപ്പാടായി. അങ്ങനെ അവസാനം ടാറ്റ എനിക്ക് അവരുടെ കമ്പനിയുടെ മെയിൻ ഒരു ജീവനക്കാരൻ്റെ ആ വണ്ടിയുടെ ബാറ്ററി എനിക്ക് ഊരി എൻ്റെ വണ്ടിയിൽ ഫിറ്റ് ചെയ്തു തരികയും ചെയ്തു. പക്ഷേ അപ്പോഴും എനിക്ക് ബാറ്ററി വന്നില്ല. അങ്ങനെ പോരാട്ടങ്ങൾ തുടർന്നു. ഇപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇല്ലായ്ക്കൊന്നുമില്ല പ്രശ്നങ്ങൾ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ആക്ച്വലി പ്രശ്നം. ഈ ബോണറ്റിനകത്ത് ഉള്ള ഒരു പെട്ടി തുറക്കത്തില്ല. ഈ ഒരു ബോക്സ്, ഈ ഒരു കവർ കണ്ടോ? ഈ ഒരു കവറിന് പകരം ശരിക്കും ഇതിവിടെ ഒരു ബോക്സാണ് വരേണ്ടത്. അപ്പോഴാണ് നമുക്കിവിടെ മഴയത്തൊക്കെ പുറത്തൊക്കെ ചാർജ് ചെയ്യുവാണെങ്കിലും കൃത്യമായിട്ടൊരു ചാർജിങ് സെറ്റപ്പ് വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ടാറ്റ ഇന്നിപ്പോൾ ഫൈനലി എല്ലാം ക്ലിയർ ചെയ്ത് തരാം എന്നുള്ളൊരു ധാരണ ആയിട്ടുണ്ട്. എവിടെ നിന്നാണെങ്കിലും കൊണ്ടുവന്ന് തരും. അതാണ് ഫൈനലി എടുത്തിരിക്കുന്ന ഡിസിഷൻ. എന്ത് കിണ്ടിയാണെങ്കിലും വേണ്ടില്ല, എനിക്കെൻ്റെ വണ്ടി റോഡിൽ കിടന്ന് ഓടണം എന്നതാണ് എൻ്റെ തീരുമാനം. അങ്ങനെ ഫൈനലി അവരൊരു തീരുമാനം പറഞ്ഞു. ഇന്നുകൊണ്ട് എല്ലാം ക്ലിയർ ചെയ്യും. ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ വണ്ടി അവിടെ ചെല്ലാൻ വേണ്ടിയിട്ടാണ് അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. പണിക്കാരെ വെച്ചിട്ടുണ്ട്, എല്ലാവരെയും വെച്ചു. വണ്ടി ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലെ ബാറ്ററി ഊരുന്നു, പകരം പുതിയ വന്നിരിക്കുന്ന ബാറ്ററി എനിക്കിതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ച് തരും. എന്തായാലും എൻ്റെ പ്രശ്നം ഏകദേശം ഇവിടെ സോൾവ് ആവുകയാണ്. ഇനിയുള്ള നിയമ പോരാട്ടങ്ങൾ RC ബുക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. RC ബുക്ക് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടാത്തതിനെ തുടർന്ന് എനിക്കുണ്ടായ നഷ്ടങ്ങൾ ചെറുതുമല്ല. ഏകദേശം ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോട് ഞാൻ ചോദിച്ചിരിക്കുന്നത് 35 ലക്ഷം രൂപയാണ്. കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ച എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ ചാടിക്കേറി കൊഞ്ഞണം കുത്തരുത്. പ്രത്യേകിച്ച് നിയമമറിയാവുന്ന, അല്ലെങ്കിൽ നിയമത്തിനെതിരെ, അല്ലെങ്കിൽ തെറ്റായ നിയമങ്ങൾ, അല്ലെങ്കിൽ തെറ്റായ ഒരു ഉത്തരവുകൾ ഇറക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നവരുമായിട്ട്
എന്തായാലും ഞാൻ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് സമാന്തരമായ ഒരു കേസ് നോർത്ത് ഇന്ത്യയിലെ ഒരു കോടതിയിൽ നടന്നിട്ടുണ്ട്. അത് റോഡിലെ കുഴിയിൽ വീണുണ്ടായ നഷ്ടത്തിന് കോടതി ഉത്തരവിട്ടതാണ്. അപ്പം എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടുത്തെ ഓരോ സംഗതികളും. ഇപ്പോൾ എനിക്ക് ഇന്ത്യയിലെ 2000-ന് മുകളിലുള്ള നിയമങ്ങളെക്കുറിച്ച് ഞാൻ ബോധവാനല്ല. എനിക്ക് എൻ്റേതായ കാര്യങ്ങൾ നടത്തുന്നതിനുള്ള നിയമ വിവരം മാത്രമേ എനിക്കുള്ളൂ എന്നതാണ് വാസ്തവം. എന്തായാലും ഈ കേസും 6-ാം തീയതി കൺസ്യൂമർ കോർട്ടിൽ ഇരിപ്പുണ്ട്. ആ കേസിനകത്ത് എന്ത് സംഭവിക്കുമെന്നും കാത്തിരുന്ന് കാണാം. എന്തായാലും നമുക്ക് വാഹനം ബാറ്ററി മാറ്റാനായിട്ട് കൊണ്ടുപോയി കൊടുക്കാം. വേറെ ഒരിടത്തുമല്ല, ഗോകുലത്തിൽ തന്നെയാണ്. ഗോകുലം മോട്ടോഴ്സ് അവരാണ് എൻ്റെ വണ്ടി മലയാളം ടാറ്റയിൽ നിന്നാണ് ഞാൻ വണ്ടി എടുത്തത്. മലയാളം ടാറ്റ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പേര് മാത്രമേ ഉള്ളൂ. സർവീസില്ല, ഒന്നുമില്ല, എല്ലാം പൂട്ടി, ബാനാണ്. അപ്പോൾ എനിക്കതൊന്നും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വിളിച്ച് സംസാരിച്ചു. അവർ ഗോകുലത്തിൽ വണ്ടി കൊണ്ടുപോയി കൊടുത്തോളാൻ പറഞ്ഞു. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഗോകുലമാണ് എൻ്റെ വണ്ടി കൃത്യമായി സർവീസ് ചെയ്ത് ഈ കാണുന്ന നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഇതുപോലെ ഇരുന്ന് സംസാരിക്കാൻ എനിക്ക് അവസരമുണ്ടാക്കി തരുന്നതൊക്കെ ഗോകുലമാണ്. കാരണം വണ്ടി കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് ലൈഫിന് ത്രെട്ടുള്ള ഒരു മനുഷ്യനും കൂടിയാണ് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിയമ പോരാട്ടങ്ങൾ നടത്തുന്നതിൽ ഏറ്റവും ചെറിയ തുകയാണ് ഞാൻ പറഞ്ഞത് 162 കോടി. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ 3000-ഉം 5000-ഉം 10,000-ഉം ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ നിയമ പോരാട്ടം നടത്തുന്ന എനിക്ക് ഉണ്ടാവുന്ന ലൈഫിനുള്ള ത്രെട്ടും ചെറുതല്ല. അപ്പോൾ അതിൽ നിന്നെല്ലാം റോഡിൽ വാഹനം കിടന്നാൽ അവരുടെ ഗോകുലത്തിൻ്റെ കൃത്യമായിട്ടുള്ള ടെക്നീഷ്യൻ വരും, സ്പോട്ടിൽ വരാറുണ്ട്. ഞാനതൊക്കെ പല വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഏകദേശം 1/2-മുക്കാൽ മണിക്കൂർ കൊണ്ട് അവരുടെ സർവീസ് ടീം കൃത്യമായിട്ട് വണ്ടിക്ക് അടുത്ത് വരും. വണ്ടി അത് എടുക്കും, അല്ലെങ്കിൽ എന്നെ കൃത്യമായിട്ടൊരു സുരക്ഷിത സ്ഥലങ്ങളിൽ എത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നുമില്ല എന്നൊന്നും ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. ചെയ്ത കാര്യങ്ങൾ ചെയ്തു എന്ന് തന്നെ ഞാൻ പറയാറുണ്ട്. എന്തായാലും ഇപ്പോൾ ടാറ്റ എനിക്ക് ഫൈനലി പറഞ്ഞിരിക്കുന്നതാണ് എൻ്റെ വണ്ടിയുടെ ബാറ്ററി, പുത്തൻ ബാറ്ററി അതുകൂടി കിട്ടിയാൽ സന്തോഷമായി. എന്നിട്ട് ഞാൻ പറയാം, ടാറ്റ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങളിൽ 421 എന്ന് പറയുന്ന റേഞ്ചിൽ എത്ര കുറയും, എത്ര കിട്ടും എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ഇതിൽ ഞാൻ കൃത്യമായി നിങ്ങളോട് പറഞ്ഞിരിക്കും. വാഗ്ദാനങ്ങളിൽ വഞ്ചിതരാവണോ അതോ വാഗ്ദാനങ്ങൾ മോഹന വാഗ്ദാനങ്ങൾ മാത്രമാകുമോ എന്നുള്ളതൊക്കെ നമുക്ക് പുത്തൻ ബാറ്ററി കിട്ടി അതിന് ശേഷം ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ഗോകുലത്തിലേക്ക് യാത്ര തുടരാം.